അങ്ങനെ നീണ്ട 54 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുകയാണ്. നാസയുടെ ആർട്ടിമിസ് 2 എന്ന് പറയുന്ന മിഷൻ നാളെ വെളുപ്പിന് 3:50 ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കപ്പെടും. ഇപ്പോൾ തന്നെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ ഇവരാരും പറയാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവരെല്ലാരും ഇത്തരത്തിലുള്ള വീഡിയോസിലൂടെ പറയുന്നത് ചന്ദ്രനിലേക്ക് നമ്മൾ വീണ്ടും ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ ശരിക്കും അത് അങ്ങനെയല്ല. പകരം നാളത്തെ മിഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൂണിന് ചുറ്റും ഒരു റൗണ്ട് അടിക്കുക, തിരിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുക. ആർട്ടിമസ് 2 എന്ന് പറയുന്നത് നാസയുടെ ആർട്ടിമസ് എന്ന് പറയുന്ന ഒരു സ്പേസ് പ്രോഗ്രാമിന്റെ ഭാഗം മാത്രമാണ്. ഇത്തരം മിഷൻസ് കൊണ്ട് നാസ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മനുഷ്യരെ തിരിച്ച് മൂണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഭാവിയിൽ ഇത്തരത്തിലുള്ള മിഷൻസിന് വേണ്ടി മനുഷ്യരെ പ്രിപ്പയർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അതായത് ചൊവ്വയിലേക്കുള്ള നമ്മുടെ യാത്രയെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. നാളെ അയക്കാൻ പോകുന്ന ആർട്ടിമസ് 2ക്ക് മുമ്പ് ആർട്ടിമസ് 1 എന്ന് പറയുന്ന ഒരു മിഷൻ ഇതിന് മുമ്പേ അയച്ചായിരുന്നു. പക്ഷേ ആർട്ടിമസ് 1-നകത്ത് മനുഷ്യരുണ്ടായിരുന്നില്ല. അത് ഒരു അൺക്രൂഡ് ആയിട്ടുള്ള മിഷൻ ആയിരുന്നു. അപ്പോ ആർട്ടിമസ് 1-ന്റെ ഏറ്റവും വലിയ ദൗത്യം എന്താ വെച്ചാൽ ഇവരുടെ റോക്കറ്റുകളെല്ലാം സ്പേസിൽ സേഫ് ആയിട്ട് നിൽക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഭൂമിയിലേക്ക് റീഎന്റർ ചെയ്യുന്ന സമയത്തും അതിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് സേഫ് ആയിട്ട് നിൽക്കാൻ കഴിയുമോ എന്നൊരു ടെസ്റ്റിംഗ് മാത്രമായിരുന്നു ആർട്ടിമസ് 1 എന്ന് പറയുന്നത്. അങ്ങനെ ആർട്ടിമസ് 1-ന്റെ ദൗത്യം വിജയകരമായ പിന്നെ ആർട്ടിമസ് 2-ൽ 4 പേരടങ്ങുന്ന ക്രൂ മെമ്പേഴ്സ് ആയിട്ടാണ് ബഹിരാകാശത്തേക്ക് പോകുന്നത്. നാളെ അയക്കാൻ പോകുന്ന ആർട്ടിമസ് 2-യുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ നാസ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റ് ആണ് ഇത്. 1967 തൊട്ട് 1973 വരെ നമ്മൾ ചന്ദ്രനിലേക്ക് പോകാൻ ഉപയോഗിച്ച റോക്കറ്റിന്റെ പേരാണ് സാറ്റേൺ 5. ഈ റോക്കറ്റിനേക്കാളും 15 മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റ് ആണ് ഈ ഒരു മിഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. 2608 മെട്രിക് ടൺസ് ആണ് ഈ റോക്കറ്റിന്റെ ഭാരം. ഇതിന്റെ അകത്തായിക്കോട്ടെ 2 സോളിഡ് സ്റ്റേജ് റോക്കറ്റ്സും ഉണ്ട്, 4 ലിക്വിഡ് സ്റ്റേജ് റോക്കറ്റ്സും ഉണ്ട്. ഈ റോക്കറ്റിനെ ഭൂമിയുടെ അന്തരീക്ഷം വിട്ട് ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നത് നിങ്ങളിപ്പോ ഈ സൈഡിൽ കാണുന്ന ഈ 2 സോളിഡ് സ്റ്റേജ് റോക്കറ്റ്സ് ആണ്. ഈ റോക്കറ്റിന്റെ 75% ടോട്ടൽ പവർ ഉണ്ടാക്കുന്നത് ഈ 2 ചെറിയ റോക്കറ്റ്സ് ആണ്. നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഈ 2 റോക്കറ്റിന്റെയും ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ ഈ റോക്കറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. അതുകൊണ്ട് തന്നെ ഈ 2 റോക്കറ്റും ഈ മെയിൻ റോക്കറ്റിൽ നിന്ന് വിട്ട് നേരെ ഭൂമിയിലേക്ക് വന്ന് വീഴും. ഈ 2 റോക്കറ്റ് വന്ന് വീഴുന്നത് അറ്റ്ലാന്റിക് ഓഷനിലാണ്. ഈ ഒരു മിഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ മനുഷ്യരാദ്യമായിട്ടാണ് ഭൂമി വിട്ട് ഇത്ര അധികം ദൂരത്തേക്ക് പോകുന്നത്. അതായത് ഭൂമിയുടെ സർഫസിൽ നിന്ന് ഏകദേശം 4 ലക്ഷത്തോളം കിലോമീറ്റർ അകലെ വരെ ഈ ഒരു മിഷനിൽ മനുഷ്യർ പോകുന്നുണ്ട്. അതോടൊപ്പം ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഫീമെയിൽ ആസ്ട്രോണോട്ട് ലോവർ ഓർബിറ്റ് വിട്ടു പോകാനും പോവുകയാണ്. ഇതിന്റെ എല്ലാം അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ചന്ദ്രനിൽ പോയ അതേ ഹൈപ്പ് തന്നെയാണ് ഈ ഒരു മിഷനും ഉള്ളത്. ഈ മിഷന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 10 ദിവസം മാത്രമാണ്. അപ്പോൾ ഈ 10 ദിവസം കൊണ്ട് നമ്മുടെ ചന്ദ്രനെ ചുറ്റി തിരിച്ച് ഭൂമിയിൽ വന്ന് ലാൻഡ് ചെയ്യും. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്തിട്ട് ആദ്യത്തെ 1 to 8 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സംഭവം നമ്മുടെ ലോവർ ഓർബിറ്റിലൂടെ ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത 24 മണിക്കൂറോളം ഈ റോക്കറ്റ് നമ്മുടെ ഭൂമിയെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഈ റോക്കറ്റ് ഭൂമിനെ വലം വയ്ക്കുന്നത് വലിയൊരു ഓർബിറ്റിലൂടെയാണ്. അപ്പോൾ ഇത് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ ഈ റോക്കറ്റിന്റെ അകത്തുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സ് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഇത്തരത്തിലുള്ള ക്രൂഡ് മിഷൻസിന്റെ അകത്ത് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം മര്യാദക്ക് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇതിന്റെ അകത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രതീക്ഷ പോലെ ഈ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യലാണ് ഇവരുടെ മെയിൻ ദൗത്യം. അങ്ങനെ ഈ റോക്കറ്റ് വിക്ഷേപിച്ചതിന്റെ 2ാമത്തെ ദിവസം ഈ റോക്കറ്റ് ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിക്കും. നിങ്ങളിപ്പോ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ആദ്യത്തെ 2 ദിവസം ഈ റോക്കറ്റ് ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ വലം വെക്കുന്നുണ്ടാവും. ഈ സമയം കൊണ്ട് നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഈ റോക്കറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ഭാഗങ്ങളും സ്പേസിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വിട്ടുകളയും. അപ്പോൾ ആകെ ബാക്കി വരുന്നത് ഈ മുകൾ ഭാഗത്തെ ഈ ഒരു ചെറിയ സെക്ഷൻ മാത്രമാണ്. എന്നാൽ ഈ ഒരു സംഭവത്തിന്റെ അകത്താണ് നമ്മുടെ ആസ്ട്രോണോട്ടുകൾ ഇരിക്കുന്നത്. അങ്ങനെ നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സംഭവം മാത്രമാണ് ചന്ദ്രനിലേക്ക് യാത്രയാവുന്നത്. അങ്ങനെ 2ാമത്തെ ദിവസം ഈ സംഭവത്തിന്റെ പുറകിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ റോക്കറ്റ് എഞ്ചിൻ സ്റ്റാർട്ട് ആവുകയും അത് നേരെ ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിക്കും. ഈ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മുടെ ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇത്രയും നേരം ഈ ഒരു സംഭവം നമ്മുടെ ഭൂമിക്ക് ചുറ്റും വലം വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൽ ഉള്ളിൽ കിടന്നാണ് ഈ ഒരു സംഭവം ഇത്ര നേരം കളിച്ചുകൊണ്ടിരുന്നത്.
അങ്ങനെ ഈ ഒരു നിമിഷം മുതൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോവുകയും അത് ചന്ദ്രനിലേക്കുള്ള യാത്രയും ആരംഭിക്കും. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇതിലിരിക്കുന്ന ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്ന റേഡിയേഷൻ വളരെയധികം കൂടുതലായിരിക്കും. ഇപ്പോൾ ഇവർ യാത്ര ചെയ്യുന്നത് ഏകദേശം 30,000-ഓളം km/h വേഗതയിലാണ്. അങ്ങനെ 5ാമത്തെ ദിവസം ഇവരുടെ പേടകം മൂണിലേക്ക് എത്തുന്നു. നിങ്ങളിപ്പോ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ 6ാമത്തെ ദിവസത്തോടെ ഈ ഒരു സംഭവം നമ്മുടെ മൂണിന് ചുറ്റും ഒരു വലം വയ്ക്കും. ഇവിടെയാണ് ഏറ്റവും വലിയ കുഴപ്പം കിടക്കുന്നത്. ഈ സാറ്റലൈറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭൂമിയിലുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഭൂമിയും ഈ സാറ്റലൈറ്റുമായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കമ്മ്യൂണിക്കേഷൻ വേണം. അതായത് ഒരേ ലൈനിൽ തന്നെ ഇങ്ങനെ നിൽക്കണം. പക്ഷേ നിങ്ങളിപ്പോ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഇവർ ചന്ദ്രന്റെ പുറയിലായിരിക്കും നിൽക്കുന്നത്. നിങ്ങളിപ്പോ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ അടുത്ത 50 മിനിറ്റോളം ഭൂമിയുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ ഇവർക്കുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ വളരെയധികം സിമ്പിൾ ആയിട്ട് തോന്നിക്കെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. 50 മിനിറ്റോളം ഭൂമിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാണ്ട് ബഹിരാകാശത്ത് ശൂന്യാകാശത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അത് എന്ത് സംഭവിച്ചാലും ഭൂമിയിലുള്ള ആൾക്കാർക്ക് അറിയാൻ യാതൊരു മാർഗവും ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ഏകദേശം 50 മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾ ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഭൂമിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തിരിച്ചു കിട്ടുകയും എന്നിട്ട് നേരെ നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടാവും. അങ്ങനെ 10ാമത്തെ ദിവസം നമ്മുടെ ഈ ഒരു പേടകം ഭൂമിയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യും. ഇവിടെ ചന്ദ്രന് ചുറ്റും വലം വെച്ചിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത് ഗ്രാവിറ്റിയുടെ സഹായം കൊണ്ട് മാത്രമാണ്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവിടെ ഭൂമിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ പ്രത്യേകിച്ച് മാനുവൽ ആയിട്ടുള്ള കൺട്രോൾസ് ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഭൂമിയുടെ ഓർബിറ്റുമായിട്ട് അലൈൻ ആയിട്ട് വരും. ഇങ്ങനെ ചെയ്യുന്ന വഴി ഭൂമിയുടെ സർഫസിൽ നിന്ന് ഏകദേശം 4 ലക്ഷത്തോളം കിലോമീറ്റർ ദൂരേക്ക് ഇവിടെയുള്ള ആൾക്കാർ പോകും. ഇതുവരെ ഒരു മനുഷ്യനും അത്ര ദൂരത്ത് സ്പേസിലേക്ക് പോയിട്ടില്ല. പക്ഷെ അത് അവിടെ കൊണ്ട് തീരുന്നില്ല. ഇവർക്ക് ഭൂമിയിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത് അതൊരു വലിയ ഘടകം തന്നെയാണ്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ റീ എൻട്രി ക്യാപ്സ്യൂളിനകത്ത് കയറി ഇരുന്നിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്ന ഒരവസ്ഥ. ഭൂമിയിൽ അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ ജനറേറ്റ് ആവുകയും ഇതിന് ചുറ്റും ഒരു തീഗോളം പോലെ ഉണ്ടാവുന്ന ഒരവസ്ഥ. ഒരു ഉൽക്ക ഭൂമിയിലേക്ക് വീഴുമ്പോൾ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ അതിന് ചുറ്റും തീ കത്തുന്ന ഒരു പ്രതിഭാസം കണ്ടിട്ടില്ലേ? അത് തന്നെ ഇവർക്ക് ഇവിടെ സംഭവിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഈ ഒരു സംഭവത്തിന്റെ അകത്ത് 4 ജീവനുകൾ ഇരിപ്പുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു സംഭവം ടെർമിനൽ വെലോസിറ്റി എത്തുകയും പാരഷൂട്ട് ഇട്ട് നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് പതിക്കുകയും ചെയ്യും. അപ്പോ ഇതാണ് ആർട്ടിമസ് 2 മിഷന്റെ ഫുൾ പ്ലാൻ എന്ന് പറയുന്നത്. ആർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ വീഡിയോ വേണമെങ്കിൽ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഒരുപാടധികം ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ ക്രയോജനിക് എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെയധികം ടെക്നിക്കലായിട്ട് സംസാരിക്കണമെങ്കിൽ ഓരോരോ കാര്യങ്ങളും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. നാളത്തെ യാത്ര ചന്ദ്രനിലേക്ക് പോകാനുള്ള ഒരു യാത്ര മാത്രമല്ല, ചൊവ്വയിലേക്ക് പോകാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പും കൂടിയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലായി നിങ്ങൾക്ക് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് എന്തായാലും ഞാൻ അടുത്ത വീഡിയോ കാണാം.